إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله ഊസിക്കും വഹിയായ ഔവലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമളാൻ മാസത്തിന് മുന്നോടിയായ ശഅബാനിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഒരു മാസം റജബാണ്. ആ റജബ് പവിത്രമായ മാസമാണ് എന്ന് നമുക്കറിയാം. ആ പവിത്രമായ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ശഅബാൻ എന്ന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ലം അറാക തസൂമു മിൻ ശഹ്രിൻ മിൻ ശുഹൂരി മാ തസൂമു ശഅബാൻ. നബിയെ, താങ്കൾ മറ്റു മാസങ്ങളിൽ, റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ താങ്കൾ ഇതുപോലെ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികമായി നോമ്പെടുത്തിരുന്നു. ഇത് കണ്ട സ്വഹാബിയാണ് നബിയോട് ചോദിക്കുന്നത്, റസൂലെ, ഇങ്ങനെ നോമ്പെടുക്കാനുള്ള കാരണം എന്താണ്? ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ നോമ്പെടുക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഗൗരവമേറിയ, എന്നാൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട, ഈ മാസത്തിൽ നമ്മൾ ചിലത് പാലിക്കേണ്ടതുമായ വിഷയങ്ങളെ കുറിച്ചാണ് ഈ ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മറുപടിയായി പറഞ്ഞത്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസ്. ആ മാസം എന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ നിലകൊണ്ടിരിക്കുന്ന ശഅബാൻ മാസം എന്നുള്ളത്, യഗ്ഫുലുൻ നാസ് അൻഹു ബൈന റജബ് വ റമളാൻ, റമളാനിനും റജബിനും ഇടയിലുള്ള ഈ ശഅബാൻ
അത് ആളുകൾ അശ്രദ്ധയിലാണ്. എന്ന് വെച്ചാൽ റജബ് മാസത്തിന് ഇല്ലാത്ത പോരിശകൾ വരെ പറഞ്ഞ ആളുകൾ മുന്നോട്ട് വരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ റജബിനെ എല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ്. റമദാനാകട്ടെ പള്ളിയിൽ പോലും നിസ്കരിക്കാൻ വരാത്ത, അങ്ങനെ മറ്റു മാസങ്ങളിൽ സുബഹിക്ക് പോലും നിസ്കരിക്കാനില്ലാത്ത ആളുകൾ റമദാൻ മാസത്തിൽ അവരുടെ താല്പര്യം ഉദിച്ചുകൊണ്ട് റമദാനല്ലേ എന്ന് കരുതി ഒഴുക്കിനൊത്തു സഞ്ചരിക്കുന്ന ചില ആളുകളെയും കാണാൻ കഴിയും. അതുകൊണ്ട് റമദാനും ആരും വിസ്മരിക്കൂല, റജബും ആരും വിസ്മരിക്കൂല. എന്നാൽ ഇതിനിടയിലുള്ള ഒരു മാസം, അതാണ് ഇപ്പോൾ നമ്മൾ നിലകൊണ്ടിരിക്കുന്നത്. ആ മാസം ആളുകൾ അശ്രദ്ധയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രധാനമായും ഒന്നാമത്തെ കാര്യമായി കൊണ്ട് പറഞ്ഞത് അശ്രദ്ധയാണ്. ആ അശ്രദ്ധ നമുക്കുണ്ടാകാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കും, ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ മാസത്തിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. എന്തിൽ നിന്ന് അശ്രദ്ധ? സൽക്കർമ്മങ്ങളിൽ നിന്ന്, ഖുർആൻ പാരായണങ്ങളിൽ നിന്ന്, നോമ്പ് പോലെയുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന്. ഒരിക്കലും ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരാകാനേ പാടില്ല. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സജീവമാകുന്നത് എപ്പോൾ? കല്യാണം നടക്കുന്ന വേളയിലല്ലല്ലോ. അതിന് മുന്നോടിയായി ലെറ്റർ അടിക്കും, ആളുകളെ ക്ഷണിക്കും, അതിനുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കും. അങ്ങനെ തുടങ്ങി കല്യാണമാകുമ്പോൾ ആ കല്യാണം ആസ്വദിക്കാൻ വേണ്ടിയായിരിക്കും ആളുകൾ നിൽക്കുന്നത്. എന്നതുപോലെ റമദാനിലേക്ക് എത്തിയിട്ട് സൽക്കർമ്മങ്ങളിൽ മുഴുകാം എന്നാരും വിചാരിക്കേണ്ടതില്ല. ഒരു പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീക്ക് നഷ്ടപ്പെടാൻ കൂടി അത് കാരണമായി തീരും. നമ്മൾ ആ റമദാനിന് മുന്നോടിയായി ഈ ഒരു മാസം അതിനെ കൃത്യമായി അശ്രദ്ധയല്ലാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയുള്ളവരായി മാറരുത്, ഗാഫിലീങ്ങൾ ആകരുത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാൻ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് സമയം തീർത്ത് രാവാകുന്നു, പകലാകുന്നു, അങ്ങനെ ദിവസങ്ങൾ തള്ളിപ്പോകുന്നു എന്നതാകാൻ പാടില്ല എന്റെയും നിങ്ങളുടെയും ജീവിതം. ഓരോ ദിവസവും തള്ളി നീങ്ങുമ്പോൾ, മാറിപ്പോകുമ്പോൾ, കൊഴിഞ്ഞു പോകുമ്പോൾ, അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. അശ്രദ്ധ എന്നത് ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ആ ശ്രദ്ധയോടുകൂടി ഈ മാസത്തെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താ? ഈ അശ്രദ്ധയിൽ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിൽ കൂടുതൽ പ്രതിഫലമുണ്ട്. ഒഴുക്കിനൊത്ത് സഞ്ചരിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ഒഴുക്കിനെതിരെ നീന്താനാണ് പ്രയാസം. ആളുകൾ അശ്രദ്ധയാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലമേറെയാണ്. അതുകൊണ്ടാണല്ലോ സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹു പറഞ്ഞില്ലേ, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്റെ വിരിപ്പിൽ നിന്ന് പാർശ്വത്തെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ആ ഉറക്കത്തെ കെടുത്തി ഇബാദത്തുകളിൽ മുഴുകുന്നവർ, അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആവർത്തിച്ച് കാണിച്ചു തന്നതും അത് തന്നെയാണ്. സുബഹിന്റെ നേരം ഒരല്പം പ്രയാസം തന്നെയാണ് പള്ളിയിലേക്ക് വരാൻ, എന്നാൽ ആ സുബഹിക്കുള്ള പ്രതിഫലം എത്രയാണ്? മറ്റു ഇബാദത്തുകൾ പറഞ്ഞപ്പോൾ, നിസ്കാരത്തിന്റെ മറ്റു വക്തുകൾ പറഞ്ഞപ്പോൾ ഒരിക്കലും സുബഹി നഷ്ടപ്പെടുത്തിയ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി സൂചിപ്പിച്ചതുപോലെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. സുബഹി ഒരാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവൻ മുനാഫിക്കാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത്രയേറെ ഗൗരവമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ഗൗരവം വരാൻ കാരണം? ആളുകൾ അശ്രദ്ധയാകുന്ന, ആളുകൾ കിടന്നുറങ്ങിപ്പോകുന്ന അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ആ സമയത്ത് ചെയ്യുന്ന, ആളുകൾ അശ്രദ്ധയായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇഖ്ലാസ് ഒന്നുകൂടി കൂടും. ആളുകൾ കാണാൻ വേണ്ടി ഒരുപക്ഷെ റമദാനാകുമ്പോൾ എല്ലാ നിലയ്ക്കും സജീവമായി കൊണ്ട് എല്ലാ മേഖലയിലും നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആളുകൾ ഒരു നിലക്കും ഈ ഇബാദത്തുകളിൽ അധിക തന്നെ ശ്രദ്ധ കാണിക്കാത്ത സമയത്ത് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് അത് പൂർണ്ണമായ ഇഖ്ലാസിന്റെ അങ്ങേയറ്റത്തെ ദർജയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മൾ നന്മകൾ അധികരിപ്പിക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ നന്മകളിൽ മത്സരിക്കുവാനും ധൃതിപ്പെടുവാനും, അത് ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും നന്മകളിൽ, അത് റമദാൻ മാസം വരുമ്പോൾ അതൊരു ഇബാദത്തിന്റെ ഒരു സീസൺ എന്ന നിലക്ക് മാത്രമല്ല. ഇബാദത്തിന് സീസൺ ഇല്ല.
എന്നാൽ പ്രതിഫലമുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. അതൊരു സീസൺ ഇബാദത്തായിക്കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഇബാദത്തുകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസത്തിൽ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. വിശ്വാസികളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അവർ നന്മയിൽ ധൃതിപ്പെട്ടവരായിരുന്നു എന്നാണ്. നമുക്ക് സാധിക്കണം അതിന്. 5 നേരം നിസ്കരിച്ചു എന്നതുകൊണ്ട് എല്ലാമായി എന്നല്ല. ആ നന്മകളിൽ, അതിൻ്റെ സുന്നത്തുകളിൽ, അതിൻ്റെ ആരുമറിയാതെ ചെയ്യുന്ന നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹുവ ശഹ്റുൻ, അതൊരു മാസം. എന്താ മാസത്തിന്റെ പ്രത്യേകത? തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന മാസം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ഉംറ, ഹജ്ജ് പോലെയുള്ള ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളും റബ്ബിലേക്ക് ഉയർന്നു പോകുന്ന മാസമാകുന്നു ഈ മാസം എന്നുള്ളത്. അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത് 3 തരത്തിലാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 3 രൂപത്തിലാണ് റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത്. അത് എല്ലാ ദിവസവും ഉയർന്നു പോകുന്നു, 2 സമയങ്ങളിലായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, വയുർഫഉ ഇലൈഹി അമലുൻ നഹാരി ബില്ലൈൽ വഅമലുൽ ലൈലി ബിന്നഹാർ. രാവിലെയുള്ള പ്രവർത്തനങ്ങൾ വൈകുന്നേരത്തിൽ മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളുമായി ആകാശ ലോകത്തിലേക്ക് ഉയരും. രാത്രിയിൽ നമ്മൾ ചെയ്ത നന്മകൾ സുബഹിന്റെ സമയത്ത് അല്ലാഹുവിലേക്ക്, വാനലോകത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങളുമായി മലക്കുകൾ ഉയരുന്ന അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട്. എൻ്റെ അടിമ എങ്ങനെയായിരുന്നു നിങ്ങൾ വരുമ്പോൾ എന്ന് അല്ലാഹ് ചോദിക്കുന്ന. നമ്മൾ സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന അവസ്ഥയാണെങ്കിലോ, അവനതാ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങായിരുന്നു എന്ന് അല്ലാഹുവിന്റെ അടുത്ത് പറയുന്നതാണ് മലക്ക്. അതേസമയം നമ്മൾ നിസ്കാരത്തിലും ഇബാദത്തിലുമായി കഴിഞ്ഞിരുന്നെങ്കിലോ, അല്ലാഹുവേ നിന്നെ ഓർക്കുന്ന, നിന്നെ സ്മരിക്കുന്ന, നിനക്ക് സുജൂദിലായിക്കൊണ്ടായിരുന്നു റബ്ബേ ഞാൻ അവനെ അവിടെ ബാക്കിയാക്കി വന്നത് എന്ന് റബ്ബിന്റെ അടുക്കൽ നമ്മെ കുറിച്ച് പറയുമ്പോൾ എത്ര മനോഹരമാണ്. നമ്മുടെ നല്ല അവസ്ഥ അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ എല്ലാ ദിവസവും മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളുമായി അള്ളാന്റെ അടുക്കൽ എത്തുന്നു. ഇനി എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളുമായി മലക്കുകൾ പോകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തുഅറദുൽ അഅ്മാലു യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇതുപോലെ തന്നെയാണ് എല്ലാ വർഷത്തിലും ആ ഒരു വർഷത്തിന്റെ മുഴുവൻ കർമ്മങ്ങളും റബ്ബിന്റെ അടുക്കൽ ഉയർന്നു പോകുന്ന മാസമാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബിലേക്ക് നാം ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക്, വാനലോകത്തിലേക്ക് ഉയരുന്ന ദിവസമാകുന്നു, മാസമാകുന്നു ഈ ശഅബാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർന്നു പോകുന്ന ഈ ഒരു മാസത്തിൽ ആ നന്മകൾ അധികരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രവർത്തനങ്ങൾക്കപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഈ വർഷത്തിൽ ചെയ്ത നന്മകൾ റബ്ബേ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഏത് ദിവസമാണ് റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നത് എന്ന് നമുക്കറിയില്ല. ഈ മാസത്തിൽ ഉയരും എന്നത് നമുക്ക് നിശ്ചയമായി പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും റബ്ബേ നീ എൻ്റെ നിസ്കാരങ്ങൾ സ്വീകരിക്കണേ, നീ എൻ്റെ സ്വതക്കകൾ സ്വീകരിക്കണേ, ഞാൻ ചെയ്ത നന്മകൾ റബ്ബേ നീ ഒന്നും ഒഴിവാക്കാതെ തട്ടിക്കളയാതെ എന്നിൽ നിന്ന് നീ പൂർണ്ണമായി സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. അതോടൊപ്പം മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅഹിബ്ബു അയ്യുർഫഅ അമലി വഅന സായിമുൻ. ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടെ ആ നോമ്പിന്റെ പ്രത്യേകതയാണ് കൂടുതൽ ഹൈലൈറ്റ് ആകുന്നത്. ഒരു നോമ്പ് അത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്തല്ല. ഈ നിസ്കാരവും ഈ ഖുതുബയും
അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഉംറയാകട്ടെ, ഹജ്ജാകട്ടെ, ഏതുമാകട്ടെ ആളുകളെ കാണിക്കാൻ കഴിയും. സ്വതക്ക പോലും ഒരു വ്യക്തിയെങ്കിലും മറ്റു വാങ്ങുന്ന വ്യക്തിയെങ്കിലും അറിയും. എന്നാൽ നോമ്പ് എന്നത് ഒരാളും അറിയാതെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇഖ്ലാസിന്റെ അങ്ങേയറ്റം എത്തുന്ന നല്ല പ്രവർത്തനമാണ് നോമ്പ് എന്നുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലേ അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അമലക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിനക്ക് നോമ്പാണ് ഉത്തമം, കാരണം ആ നോമ്പിനൊത്ത ഒരു ഇബാദത്തും വേറെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ? ആ നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്നത് ആരാ? അല്ലാഹു അല്ലേ? നമ്മുടെ ഏതു കർമ്മവും അങ്ങനെ തന്നെയാണ്. ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, പ്രതിഫലം നൽകുന്നത് അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു ഇവിടെ നോമ്പിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോമ്പിന്റെ പ്രത്യേകത എന്താ? നോമ്പിന്റെ ശ്രേഷ്ഠത എത്രയാണ്? നോമ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലമാണ്. അല്ലാഹു ഇരട്ടിപ്പിച്ച് നൽകുമെന്ന് പറഞ്ഞ ഒരു കർമ്മമാണ് നമ്മുടെ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച്, ശഅബാനിലെ നോമ്പിനെ കുറിച്ച് സഹാബത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് കാണാൻ കഴിയും, ലം അറാഹു ഫി ശഹ്രി അക്സർ മിൻ സിയാമൻ മിൻഹു ഫി ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദിവസങ്ങളിലും ശഅബാനിൽ നോമ്പെടുത്തു. ബൽ കാന യസൂമു ശഅബാന കുല്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിന്റെ ഭൂരിഭാഗവും, കുല്ലഹു എന്ന് പറഞ്ഞാൽ എല്ലാം, മുഴുവൻ എന്നാണ്. പക്ഷെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് ഗാലിബഹു, അധികമായി കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ നോമ്പെടുത്തിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മറ്റേ സ്വഹാബി ആ ചോദ്യം ചോദിക്കാൻ കാരണമായത്, നബിയെ റമളാൻ കഴിഞ്ഞാൽ മറ്റൊരു മാസത്തിലും കാണാൻ കഴിയാത്ത രൂപത്തിൽ അധികമായി നോമ്പെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി, ഒന്ന്, ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ്. രണ്ട്, നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരുന്ന മാസമാണ്. മൂന്ന്, അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുമ്പോൾ ആ കർമ്മങ്ങൾ കൊണ്ടുപോകുന്ന മലക്കുകളോട് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നോമ്പുകാരനായിരിക്കെ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ റബ്ബിലേക്ക് എത്തണം എന്ന ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു പ്രവാചകൻ ഇത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ഇത്രമേൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പാപികളായ തിന്മകൾ ചെയ്തു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആ വിഷയത്തിൽ എത്ര കണ്ട് താല്പര്യവും ഗൗരവവും അതുപോലെ തന്നെ പ്രയത്നവും ഉണ്ടാകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമതായി ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഉണർത്തുവാനുള്ളത്, റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ. റമളാനിലേക്കുള്ള മുന്നൊരുക്കമാണ് ശഅബാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ശേഷം വന്ന താബികളുടെയും താബികളുടെയും ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ റമളാൻ എന്നത് പൂർണ്ണമായും നോമ്പാണ്. ആ നോമ്പിലേക്ക് നമ്മൾ നോമ്പെടുത്തുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് ഒന്നുകൂടി എളുപ്പമാവും. ആദ്യം 1, 2, 3 ദിവസങ്ങളൊക്കെ നോമ്പ് റമളാനിൽ പ്രയാസമുണ്ടാകും, മറ്റു മാസങ്ങളിൽ നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കുന്നതോ രാവ് പകലാകും, പകല് രാവിലെയാകുന്നതോ അതുപോലെയുള്ള ദിവസങ്ങൾ നീങ്ങിപ്പോകുന്നതോ അറിയാതെ റമളാനങ്ങ് തീർന്നുപോയി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പൊ ആ റമളാനിൽ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുവാനും അത് ആസ്വദിക്കുവാനും ഇബാദത്ത് ആസ്വദിക്കാൻ കഴിയണം. ഇബാദത്ത് ആസ്വദിക്കാൻ കഴിയണം, നിസ്കാരം ആസ്വദിക്കാൻ കഴിയണം, നോമ്പ് ആസ്വദിക്കാൻ കഴിയണം. അത് എങ്ങനെ സാധിക്കുള്ളൂ? അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീർന്നാലേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മളൊരു മത്സരത്തിന് പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓട്ടം മത്സരം എന്ന ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ വെറുതെ പോയി നിന്നിട്ട് ആ മത്സരത്തിന്റെ സമയത്ത് മാത്രമല്ലല്ലോ ഓടുന്നത്, ഓടി പ്രാക്ടീസ് ചെയ്യും, നമ്മുടെ ശരീരത്തിന് അതിനുവേണ്ടി വഴങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. എന്നിട്ട് അതിനുവേണ്ട എല്ലാ വ്യായാമങ്ങളും എടുത്തുകൊണ്ട് മാത്രമാണ് ആ ഒരു സന്നിധിയിലെ ആ ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മത്സര സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. എന്നതുപോലെ റമളാൻ എന്ന മഹത്തായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന
പുണ്യങ്ങളുടെ പൂക്കാലമായ ആ ഒരു റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രാക്ടീസാണ് നമുക്ക് ഈ ഷഅബാൻ എന്നുള്ളത്. നോമ്പെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധിക്കും. തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. ആരെങ്കിലും തൻ്റെ നഫ്സിനെ ഈ ഷഅബാനിൽ നന്നാക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ ചെയ്ത് അങ്ങനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും നമ്മൾ ഷഅബാനിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ഷഅബാനിൽ റമദാനിനു വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ അവന് മംഗളമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് ഷഅബാൻ എന്നത് റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി നമുക്ക് കാണാൻ സാധിക്കണം. അഞ്ചാമത്തത് ഖുർആൻ പാരായണത്തിന്റെ മാസമായിക്കൊണ്ട് ഈ മാസത്തെ പ്രത്യേകം പഠിപ്പിച്ചു പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻഗാമികളായ താബിഉകളും തബഅ താബിഉകളുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും. കാന ഹബീബ് ബിൻ ഉബയ്യ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇദാ ദഖല ഷഅബാൻ, ഷഅബാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹാദാ ശഅറുൽ ഖുർആ, അത് പാരായണത്തിന്റെ മാസമാണ് എന്ന്. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ മാസമാണ് ആ മാസം എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല മുൻഗാമികളായ താബിഊകൾ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ കച്ചവടം പോലും അവസാനിപ്പിച്ച് ഈ റമദാനിന് മുന്നൊരുക്കമായി കൊണ്ട് ഷഅബാനിനെ അവർ നോക്കിക്കണ്ടിരുന്നു എന്നാണ്. കാന അംർ ബിൻ ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അംർ ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു താബിഈ അദ്ദേഹം പറയാണ്, അദ്ദേഹം ആയിരുന്നു ഇദാ ദഖല ശഅബാൻ അഗ്ലഖ തിജാറതഹു വതഫറഗ ലിഖിറാഅതിഹി, അദ്ദേഹം തന്റെ കച്ചവടം അവസാനിപ്പിക്കും. ഇതൊക്കെ റമദാനിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കാണ്. അല്ലാതെ റമദാനിലും തിരക്ക്, റമദാൻ എത്തിയാൽ പിന്നെ ബിസിനസിന്റെ തിരക്ക്, കമ്പോളങ്ങളിലാകെ തിരക്ക്, അങ്ങനെയല്ല. മറിച്ച് റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി ഷഅബാനിനെ കൂടി ഉപയോഗപ്പെടുത്തി എന്നതാണ് മുൻഗാമികളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവർ കച്ചവടത്തെ അവസാനിപ്പിച്ചു, ഖുർആൻ പാരായണങ്ങളിലേക്ക് മുഴുകി. അങ്ങനെ ഖുർആൻ പാരായണങ്ങൾ ചെയ്ത് 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 അതിലേക്ക് ഒരു ലദ്ദത്ത്, ഒരു ആനന്ദം കണ്ടെത്തി റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ റമദാനിൽ പൂർണ്ണമായി ഒഴിഞ്ഞിരുന്ന് നോമ്പെടുത്ത് ഖുർആൻ പാരായണം ചെയ്ത് സ്വതക്കകളിൽ ഏർപ്പെട്ട് അതുപോലെ നന്മകളിൽ മുന്നേറുവാൻ അവർ ഷഅബാനിനെ ഉപയോഗപ്പെടുത്തി എന്നാണ്. അതിനുവേണ്ടി മുന്നൊരുക്കം അവർ തയ്യാറായി എന്നാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ അൽ ബഖ്ലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഷഹ്റു റജബ് ഷഹ്റു സറ, ഈ മാസം, അതായത് കഴിഞ്ഞ നമ്മുടെ മാസം എന്നുള്ളത് റജബ് എന്ന മാസം, അത് വിത്തിറക്കാനുള്ള മാസം, അത് വിത്തിറക്കാനുള്ള മാസം. എന്നിട്ട് ശേഷം പറഞ്ഞു വശഅബാൻ ഷഹ്റു സഖീ, ഷഅബാൻ മാസം എന്നുള്ളത് ആ വിത്തിന് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അതിനെ പരിപാലിക്കേണ്ട മാസം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു വറമദാൻ ഷഹ്റുൽ ഹസാദ്, റമദാൻ മാസം എന്നുള്ളത് ആ നമ്മൾ വിത്തിറക്കിയ വെള്ളം നനച്ച് അതിനെ വളർത്തിയെടുത്ത ആ ഒരു കൃഷിയെ കൊയ്യാനുള്ള മാസം, അതിനെ ആസ്വദിക്കാനുള്ള മാസം. എത്ര നല്ല ആപ്റ്റായ വാചകമാണ് അവിടെ പറഞ്ഞത്. റജബ് അത് വിത്തിറക്കാനുള്ള മാസം, ഷഅബാൻ അതിനെ പരിപാലിക്കേണ്ട മാസം, റമദാൻ അത് കൊയ്തെടുക്കേണ്ട മാസം. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിന്മകൾ അവസാനിപ്പിച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി ഇബാദത്തുകളിൽ കൂടുതൽ താല്പര്യരായിക്കൊണ്ട് മുന്നോട്ട് വന്ന് റമദാനിൽ അതിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനി ഷഅബാനിന്റെ മറ്റു പ്രത്യേകതകൾ നമുക്ക് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കുകയാണെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ഒരു മാസത്തിൽ ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് എത്തി നോക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നല്ലാഹ യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ 15ന്റെ രാത്രിയിൽ അല്ലാഹു അടിമകളിലേക്ക് എത്തി നോക്കും. എന്നിട്ട് 2 കൂട്ടർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കും. നമ്മൾ വളരെ ഗൗരവത്തിൽ ആ ഒരു ഭാഗം ശ്രദ്ധിക്കണം. 2 കൂട്ടർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്നാണ്. ഒന്നാമത്തെ കൂട്ടർ ആരെന്നറിയോ? ഇല്ലാലി മുശ്രിക്കിൻ, ശിർക്ക് ചെയ്യുന്നവർ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ, അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കുന്നവർ, തവക്കുൽ ഏൽപ്പിക്കുന്നവർ, കബറാളികളുടെ മുമ്പിൽ പോയി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നവർ,
തവസ്സുലല്ലേ എന്ന് പറഞ്ഞ് അവരെ മുൻനിർത്തി ഇടയാളന്മാരാക്കി ചോദിക്കുന്നവർ അവർക്കൊന്നും അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്നാണ്. ഇല്ലാലി മുശ്രിക്കിൻ. രണ്ടാമത്തത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട വിഷയം. ഔ മുഷാഹിൻ. എന്താ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ? മുഷാഹിൻ എന്ന് പറഞ്ഞാൽ കാന ബൈനഹു വബൈന അഖീഹി ഷഹ്ന. അവനും അവന്റെ സഹോദരനും ഇടയിൽ ഒരു ചെറിയ അകൽച്ച, ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം. അല്ല പുറത്തുവില്ല. അല്ല നമ്മുടെ തിന്മകൾ അല്ല പുറത്തു തരാത്ത രണ്ടാമത്തെ കാര്യമായി കൊണ്ട് പഠിപ്പിച്ചത് പരസ്പരം വിദ്വേഷങ്ങളുണ്ടോ, പിണക്കമുണ്ടോ, അകന്നു നിൽക്കുകയാണോ, അത് കുടുംബക്കാരാണെങ്കിൽ ഗൗരവമേറും. അതല്ല വിശ്വാസികൾ തമ്മിലാണെങ്കിൽ അല്ല പുറത്തു തരൂല എന്ന് പഠിപ്പിച്ച ഏക തിന്മ എന്നത് അത് തൗഹീദുള്ളവർക്കാണെങ്കിലും ശരി, രണ്ടുപേർ പരസ്പരം രഞ്ജിപ്പായിട്ടില്ലെങ്കിൽ, അകന്നു നിൽക്കുകയാണെങ്കിൽ, പരസ്പരം വിദ്വേഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കല്ല പുറത്തു കൊടുക്കില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കണം. പരസ്പരമുള്ള പകയും വിദ്വേഷങ്ങളെല്ലാം വിട്ടു പുറത്തു മാപ്പാക്കി അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയണം. നമ്മോട് എന്ത് ചെയ്താലും ശരി അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ. എന്നാലും അവൻ എങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടല്ല, അത് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നല്ല വിശാലമായ മനസ്സോടുകൂടി അതിനെ സമീപിക്കാനും പരസ്പരം സ്നേഹവും ബന്ധവും ഊട്ടി ഉറപ്പിക്കാനും. ഇതിൽ പണ്ഡിതന്മാർ വീണ്ടും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അങ്ങനെ രണ്ടുപേർ തമ്മിലുള്ള പിണക്കം മാത്രമല്ല അതിൽപ്പെട്ടത്, മറിച്ച് ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ സാഹിബു ബിദ്അ, പുത്തൻവാദികളായ ആളുകൾ എന്ന്. ദീനിൽ പുതുതായി കാര്യങ്ങളെ കടത്തിക്കൂട്ടിയ ആളുകൾ, അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ശിർക്കില്ലാത്ത തൗഹീദുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതോടൊപ്പം മനസ്സിൽ യാതൊരു നിലക്കും ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു നിലക്കുമുള്ള ഒരു വിദ്വേഷമോ പകയോ ഏഷണിയോ പരദൂഷണമോ അല്ലെങ്കിൽ അവനോട് ഒരു എതിർപ്പോ വെറുപ്പോ ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനെ സംസ്കരിച്ചവനായിരിക്കുന്നു വിജയിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഒരു സഹാബി 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സഹാബിമാരോട് നബി പറഞ്ഞത്, ഇനി വരുന്ന വ്യക്തി സ്വർഗാവകാശിയാണ്. 3 ദിവസവും ഒരേ വ്യക്തിയാണ് വന്നത്. ആ വ്യക്തിയുടെ വീട്ടിൽ എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി മറ്റു സഹാബിമാർ രാപ്പാർത്തു. 3 ദിവസം നിന്നു. പ്രത്യേകിച്ച് ഈ സഹാബികളിൽ നിന്ന് പ്രത്യേകിച്ചൊരു കൂടുതൽ അമലും ആ സഹാബി ചെയ്യുന്നില്ല. പിന്നെ അവസാനം പോകാൻ നേരത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ കടന്നു വരുന്നതിന് മുമ്പ് 3 ദിവസവും ആവർത്തിച്ചത് താങ്കൾ സ്വർഗാവകാശിയാണ് എന്നാണ്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അധികമായി അമലുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരാളെ കുറിച്ചും എൻ്റെ മനസ്സിൽ ഉദ്ദേശമില്ല, ഒരു പകയില്ല. എൻ്റെ മനസ്സ് ഒരാളെ കുറിച്ചും വിശ്വാസികളുടെ വിഷയത്തിൽ പകയില്ലാതെ വിദ്വേഷമില്ലാതെ പരസ്പരമുള്ള പോരടിപ്പില്ലാതെ എല്ലാം ശാന്തമാക്കിക്കൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത് എന്നാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ശഅബാൻ വിട്ടുപൊറുക്കാനും മാപ്പ് നൽകാനും പുറത്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. എങ്കിലേ നമ്മുടെ പാപങ്ങൾ അള്ളാഹ് വിട്ടു തരുള്ളൂ, അള്ളാഹ് പുറത്തു തരുള്ളൂ, അള്ളാഹു മാപ്പ് നൽകുകയുള്ളൂ. നമുക്ക് അള്ളാഹിന്റെ മാപ്പ് വേണോ, നമുക്ക് അള്ളാഹുവിൽ നിന്ന് പൊറുക്കലിനെ തേടണോ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതോടൊപ്പം ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കഴിഞ്ഞ റമദാനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണത്താൽ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈദോ നിഫാസോ മറ്റോ ബാധിച്ചു എങ്കിൽ അവർക്ക് വിട്ടുപോയ നോമ്പുകൾ പിടിച്ചു വീട്ടാനുള്ള ഏറ്റവും അവസാനത്തെ അവസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ കാന യകൂനു അല സൗമി മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ ഉഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക കാലവും എൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മാസങ്ങളിൽ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീട്ടാൻ സാധിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവസരമുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു സമയത്ത് ശഅബാനിൽ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് വീട്ടാൻ ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക്
ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുണ്ടോ അത് വീട്ടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിന് മുന്നോടിയായി നാം നിലകൊള്ളുന്ന ഈ ഒരു മാസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി നന്മകളിൽ മുന്നേറി റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഇബാദത്തുകൾക്ക് കൂടുതൽ തൽപരനായിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ഈ മാസത്തിലെ അജണ്ടയായി മാറേണ്ടത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഹദീസിൽ ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ബിദ്അത്തുകാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്നുള്ളത്. നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് പറഞ്ഞ് ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ കർമ്മങ്ങൾ അത് എത്ര നന്മ എന്ന് വിചാരിച്ചാൽ പോലും ശരി, അത് അള്ളാഹ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചതാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഒരു കർമ്മമാണെങ്കിൽ അത് ബിദ്അത്താണ്, അത് പുത്തനാശയമാണ്, അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ട കാര്യമാണ്. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന, ഹൗദുൽ കൗസറിൽ നിന്ന് അകറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയില്ല. ഈ ശഅബാൻ എത്തുമ്പോൾ എന്തെല്ലാം അനാചാരങ്ങളാണ് ആളുകൾ, ഉസ്താദുമാർ, പണ്ഡിത വേഷധാരികൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അഴിച്ചുവിടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, ശഅബാൻ 15 പ്രത്യേകമായ നോമ്പ്. നേരത്തെ പറഞ്ഞ ഹദീസ് സ്വഹീഹാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയിലേക്ക് എത്തി നോക്കും, അടിമകൾക്ക് പുറത്തു കൊടുക്കും. അത് ശഅബാൻ 15 രാത്രിയിലാണ്. അത് സ്വഹീഹായ ഹദീസാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ചില ആളുകൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ചില ദുർബലമായ ഉണ്ടാക്കപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിലും ചില ആളുകൾ പറഞ്ഞു, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. നിങ്ങൾ റമദാൻ ശഅബാനിന്റെ 15 പകലിൽ നോമ്പെടുക്കുകയും രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യൂ എന്ന ഉണ്ടാക്കപ്പെട്ട മൗദൂആയ, ദഈഫ് പോലുമല്ല, മൗദൂആയ ഉണ്ടാക്കപ്പെട്ട ഒരു ഹദീസിനെ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ഹദീസ് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹദീസ് അല്ലേ എന്ന് വിചാരിക്കും. എന്നാൽ അറബിയെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ഹദീസാണ് എന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണയുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഉണർത്തുന്നത്. ഇങ്ങനെയുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ടതല്ല, ദഈഫ് പോലുമല്ല, ഉണ്ടാക്കപ്പെട്ട ഏറ്റവും മർദൂദായ തള്ളപ്പെടേണ്ട ഹദീസായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് പഠിപ്പിച്ചത്. അതായത് ഇവർ പറയുന്നത് ശഅബാൻ മാസത്തിന്റെ 15 അത് പകലിൽ നോമ്പെടുക്കണം. അതിന് പ്രത്യേക പേരുമിട്ടു. എന്താ? ബറാഅത്തിന്റെ നോമ്പ്. ബറാഅത്തിന്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷം 23 വർഷക്കാലം ശഅബാൻ 15 കടന്നുപോയിട്ടുണ്ട്. ഇനി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ശേഷമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 വർഷം അവിടെ ഈ ശഅബാൻ കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 2-ാം വർഷം ശഅബാനിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പോലും 9 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടന്നുപോയിട്ട് ഒരു ശഅബാനിൽ പോലും 15 ബറാഅത്ത് നോമ്പുണ്ട് എന്ന് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം ശഅബാനിന്റെ എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ ദിവസം നമുക്ക് നോമ്പ് നോക്കാം. അതിൽ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എല്ലാ തിങ്കളും വ്യാഴവും നമുക്ക് നോമ്പ് നോക്കാം, അതിൽ പുണ്യമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നോമ്പ് നോക്കാം, അതിൽ പുണ്യമുണ്ട്. ഈ ശഅബാനിൽ 15 തന്നെ നമുക്ക് നോമ്പ് നോക്കാം, അതിൽ 2 പുണ്യമുണ്ട്. ഒന്ന്, ശഅബാൻ 15 അയ്യാമുൽ ബീദിൽ പെട്ട ഒരു ദിവസം എന്ന നിലയ്ക്ക്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പെടുത്തിരുന്നു എന്ന നിയ്യത്തോടുകൂടി ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിനും കൂലിയുണ്ട്. അതിനപ്പുറം
ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് ശഅബാൻ 15 നോമ്പെടുക്കാൻ നിന്നാൽ ആ നോമ്പ് അത് ബിദ്അത്ത് മാത്രമല്ല, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരൂല എന്ന് പോലും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഹദീസ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷേ ആ ഹദീസ് മൗദൂആണ്. അതുകൊണ്ട് ആ ഹദീസ് വെച്ച് ശഅബാനിന്റെ 15 ബറാഅത്തിന്റെ നോമ്പ് എന്ന നോമ്പ് ഇല്ല എന്നത് മാത്രമല്ല, 15 രാത്രിയിൽ നിസ്കരിക്കുന്ന സ്വലാത്തുൽ അൽഫിയ അതും ഈ ദീനിൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം. എന്താണ് സ്വലാത്തുൽ അൽഫിയ? നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ശഅബാൻ 15 രാത്രിയിൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനെയാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നത്. ആ 100 റക്അത്തിൽ ഓരോ റക്അത്തിലും 10 വീതം ഇഖ്ലാസ് പാരായണം ചെയ്യും. അങ്ങനെ 1000 ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനാണ് സ്വലാത്തുൽ അൽഫിയ. അൽഫിയ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അപ്പൊ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം. ഇങ്ങനെ ഒരു സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അവർ പോലും അംഗീകരിക്കുന്ന രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇത്തരം സ്വലാത്തുൽ ലൈലി നിസ്ഫി ശഅബാൻ 100 റക്അ ആ ഒരു നിസ്കാരവും അതുപോലെ തന്നെ റജബിലെ പ്രത്യേകമായ നിസ്കാരവും എല്ലാം ഹാത്താനി സലാത്താനി ബിദ്അത്താനി മുൻകറത്താനി, അതെല്ലാം രണ്ടും ബിദ്അത്താണ്, അത് മുൻകറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ പറഞ്ഞ വിഷയത്തെ എടുത്തുകൊണ്ട് ഇദ്ദേഹം ബിദ്അത്താണ് എന്ന് പറഞ്ഞു, അത് മുൻകറത്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ആയുസ് വർദ്ധിപ്പിക്കുവാനും അപകടം നീങ്ങുവാനും വേണ്ടി പ്രത്യേകമായി ശഅബാൻ 15 രാവിൽ 6 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നു. അതും ബിദ്അത്താണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. നാലാമത്തത് ശഅബാൻ 15 രാവിൽ പ്രത്യേകം എണ്ണം സൂറത്ത് പാരായണം ചെയ്യുക, സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. അങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിൽ നന്മയുണ്ട്, പുണ്യമുണ്ട്. അത് ഏത് സൂറത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. അത് എപ്പോഴും നമുക്ക് പാരായണം ചെയ്യാം. ഖുർആൻ ആദ്യാവസാനം നമുക്ക് പാരായണം ചെയ്യാം. അതിലെല്ലാം നന്മയുണ്ട്. പക്ഷേ ഇവിടെ ശഅബാൻ 15 അന്ന് രാത്രി സൂറത്തു യാസീൻ മാത്രം പ്രത്യേകം എണ്ണം കൽപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത് അത് ബിദ്അത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്തായ ദിവസമാണ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 103-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷെ ആ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയ ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. എന്താണെന്നറിയോ? അല്ലദീന ളല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറയും. അവർ അങ്ങേയറ്റം പരിശ്രമിച്ചു, ദുനിയാവിൽ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്തു ഇബാദത്തിന്റെ വിഷയത്തിൽ. പക്ഷേ അവർ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോയി, ദുനിയാവിൽ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോയി. പക്ഷെ അവരൊക്കെ ധരിച്ചിരുന്നത് എന്താ? വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിച്ചത് ഇതെല്ലാം നല്ല പ്രവർത്തനാണ്, ഇതെല്ലാം നന്മയാണ്, പുണ്യമാണ് എന്ന് വിചാരിച്ചായിരുന്നു അവരെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് അത്തരക്കാർക്ക് അവർ സ്വയം വിചാരിച്ച നന്മയും സ്വയം തീരുമാനിച്ച പുണ്യവും ഒന്നുമല്ല അവർക്ക് കിട്ടാനിരിക്കുന്നത്. അള്ളാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് ചെയ്യുന്നവർക്കാണ് പ്രതിഫലം. അങ്ങനെ ചെയ്യുന്നവർക്കാണ് പുണ്യമുള്ളത്, അവർക്കാണ് നാളെ പരലോകത്ത് മോക്ഷമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ, ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്താൻ, റമദാനിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ, ഏറ്റവും നല്ല മനോഗതിയിൽ, ഏറ്റവും നല്ല മനസ്സോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാനും ആ റമദാനിനെ ഉപയോഗപ്പെടുത്താനും ഈ ശഅബാനിനെ കൃത്യമായി അതിനുവേണ്ടി പണിയെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമ്മിൽ നിന്ന് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ നന്മയാണെങ്കിൽ പോലും വലിയ വമ്പിച്ച പ്രതിഫലമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.